ബെറ്റർ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ അമ്മയ്ക്കും വീട്ടിലെ ആൻറ്റിക്കും ഇത് കാണുമ്പോൾ സന്തോഷമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എബി കഴിഞ്ഞിട്ട് ഓഫേഴ്സ് ഒന്നും വന്നിട്ടുണ്ടോ? എബി കഴിഞ്ഞിട്ട് ഞാൻ കിട്ടിയ സിനിമകളൊക്കെ ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിരുന്ന 2 ഐഡൽസ് എന്ന് പറയുന്നത് ജഗതി ചേട്ടൻ, തിലകൻ സാറൊക്കെയാണ്. അപ്പം നമ്മൾ ആരെയാണോ നമ്മൾ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഐഡലായി കാണുന്നത്, നമ്മൾ അവരുടെ രീതി ഇപ്പം 9 ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രീതിയിലേക്ക് ആവുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിരുന്നത് അവരെ. അപ്പം അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കൂടുതലും കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താ, വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക, നല്ല സിനിമകളാണെങ്കിലും ചെറിയ സിനിമകളാണെങ്കിലും എല്ലാത്തിൻ്റെയും ഭാഗമാവുന്നത്. അപ്പം ഞാൻ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചെറിയ വേഷങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നമുക്ക് സെൽഫായിട്ട് കുറച്ച് പ്രൊമോഷനും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവസരങ്ങൾ ചോദിക്കാൻ മടിയെന്നല്ല. നമുക്ക് ഒരു പരിചയമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത എടുത്ത് പോയിട്ട് നിങ്ങളൊരു 10 രൂപയോ 100 രൂപയോ കടം ചോദിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചടുപ്പുണ്ടല്ലോ, അതാണ് എനിക്ക്. പക്ഷെ അത് മാറ്റണം എന്നുള്ളതാണ്. അത് മാറ്റിയാൽ നമുക്ക് ഒരു അവസരം ചോദിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ അവസരം ചോദിക്കണമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. സെൽഫ് പ്രൊമോഷൻ ഇല്ലാതെ പിടിച്ചേക്കാൻ പറ്റാത്തൊരു ഫീൽഡാണ് സിനിമ. അതെ, അതിപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് തന്നെ കയറട്ടെ. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇപ്പോൾ പട്ടിണി കിടന്നാലും ഫുഡിന്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്ന് പറഞ്ഞേ. ഞാൻ അത്യാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ടാവും ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു സക്സസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാനത് എൻജോയ് ചെയ്യും, ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ഓഫർ വന്നിട്ട് ഇല്ല, ഞാൻ സാറ് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മതി നീ എന്തെങ്കിലും പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിലീസിനോടനുബന്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത്. ഈ സിനിമ ഒരു വലിയ ബ്രേക്ക് ആവട്ടെ, ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ. താങ്ക് യു.